പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ വരുന്നത് വളരെ സന്തുഷ്ടനായിട്ടാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയ ഒരു സന്തോഷമുള്ള ഒരു നിമിഷത്തിലാണ്. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ, വർഷങ്ങളോളമായി നമ്മുടെ നാട്ടിൽ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട വലിയ ചർച്ച നടക്കാറുണ്ട്. അത് ബിദ്അത്താണ്, അതിനെ തള്ളി പറഞ്ഞുകൊണ്ട് ഓരോ റബീഉൽ അവ്വൽ മാസമാകുമ്പോഴും വലിയ പ്രശ്നങ്ങളാണ്. പക്ഷേ ഇപ്പൊ ഞാൻ ഈ വിസ്ഡം മുജാഹിദ് എന്ന് പറയുന്ന ജിന്ന് മുജാഹിദിന്റെ ഒരു മുഖാമുഖത്തിലെ ഫൈസൽ മൗലവി എന്ന് പറയുന്ന മുജാഹിദ് മൗലവി ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നത് കേട്ടപ്പോൾ ഞാൻ വലിയ സന്തുഷ്ടനായി. കാരണം ഞാൻ കഴിഞ്ഞ 2 വർഷങ്ങളിൽ ഞാൻ നബിദിനാഘോഷത്തിന് തെളിവായി പറഞ്ഞ് നബിദിനം സമർത്ഥിച്ചത് എങ്ങനെയാണോ അതേ രൂപത്തിൽ കൃത്യമായി അങ്ങനെ തന്നെയാണ് ഫൈസൽ മൗലവി ഈ മുഖാമുഖത്തിൽ നബിദിനാഘോഷത്തെ കുറിച്ച് പരാമർശിച്ചത്. ഞാൻ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് കേൾക്കണം. കൃത്യമായി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഏറെ സന്തോഷമുണ്ട്. അതുകൊണ്ട് ആ വിഷയത്തെ കുറിച്ചാണ് ഈ എപ്പിസോഡിൽ ഞാൻ സംസാരിക്കുന്നത്. സഹോദരങ്ങളെ, ഞാൻ ആദ്യം ഓർമ്മപ്പെടുത്തുന്നത്, മുജാഹിദുകളുടെ കൂട്ടത്തിൽ ഒരുപാട് വിഭാഗമുണ്ടല്ലോ. ജിന്നുകൾ എന്ന് പറയുന്ന ഈ വിഭാഗത്തെ കുറിച്ചാണ് ഇപ്പോൾ ഞാൻ പരാമർശിക്കുന്നത്. ആ കൂട്ടത്തിൽ മടവൂർ മുജാഹിദ് ഉണ്ട്, അതുപോലെ തന്നെ ഔദ്യോഗിക മുജാഹിദുകളായി അറിയപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ട്. എന്നെ നിങ്ങൾ നിഷ്പക്ഷമായി വിലയിരുത്തി നിങ്ങളാണ് ഈ വിഷയത്തിൽ ഒരു തീരുമാനം പറയേണ്ടത്. ഞാൻ സുന്നിയുടെ ഭാഗത്താണുള്ളത്. അതേപോലെ ജിന്നും ഷെയ്ത്താനും പറഞ്ഞു പോകുന്ന ഫൈസൽ മൗലവിയും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും വേറെ ഭാഗത്തുണ്ട്. പക്ഷെ നിഷ്പക്ഷമായി നിങ്ങൾ പറയണം, എന്തായിരുന്നു മുജാഹിദുകൾ ഇത്രയും കാലം പറഞ്ഞിരുന്നത്? ഈ ഫൈസൽ മൗലവി അടക്കം എന്തായിരുന്നു അദ്ദേഹം പ്രസംഗിച്ചത് എന്നും എന്താണ് ഈ വർഷം അദ്ദേഹത്തിനുണ്ടായ മാറ്റമെന്നും നിങ്ങൾ നിഷ്പക്ഷമായി പറയണമെന്ന് ഞാൻ വിനീതമായി ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, അദ്ദേഹം പറയുകയാണ്, അമലുൽ മൗലിദിന് കുഴപ്പമില്ല, ഈദുൽ മൗലിദിന് കുഴപ്പമുള്ളത്. അമലുൽ മൗലിദ് കഴിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ മൗലിദ് ആഘോഷിക്കാൻ പാടില്ല എന്നാണ് ഇപ്പൊ അദ്ദേഹം വലിയൊരു സ്റ്റേറ്റ്മെന്റായി ആ ഒരു മുഖാമുഖത്തിൽ അദ്ദേഹം ഒരു പുതിയതായി അടിച്ചുവിട്ട വിഷയതാണ്. നിങ്ങൾ മൗലിദ് ആഘോഷം പാടില്ല, മൗലിദ് കഴിക്കാൻ പറ്റും. അദ്ദേഹം തന്നെ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാം. എന്നാൽ മുഹറം 10 നോമ്പ് നോക്കാൻ നിങ്ങൾ പഠിപ്പിച്ചുവല്ലോ, അപ്പോൾ പ്രത്യേകമായി നിഅ്മത്ത് കിട്ടിയ ദിവസം ഒരു ഇബാദത്ത് ചെയ്യാൻ പറ്റുമെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു. ഇവിടെ ഈ അമലുൽ മൗലിദാണ് അവരൊക്കെ ചർച്ച ചെയ്തത്, ഈദ് മീലാദുൻ നബി അല്ല. അതാണ് വ്യത്യാസം. അസ്കലാനി ഇമാമാവട്ടെ, സുയൂത്തി റഹിമത്തുള്ളാഹി അല്ലാത്തവരാകട്ടെ, അവരൊക്കെ ചർച്ച കൊണ്ടുവന്നത് അമലുൽ മൗലിദ് എന്നാണ്. ആ അമലുൽ മൗലിദിനെ അവരാരും ദീനിന്റെ ഇബാദത്തായി, ദീനിലെ ഒരു ശിആറായി അവരതിനെ കണ്ടിട്ടില്ല എന്ന് വ്യക്തമാണ്. അപ്പോൾ ഇതിനെ ഒരു ആദത്തായി കണ്ടു, ഒരു നാട്ടിലെ സമ്പ്രദായമായി കണ്ടു. അതിന്റെ ഭാഗമായി നല്ല കാര്യങ്ങൾ പലതും നടക്കുന്നു. ആ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുവെങ്കിൽ നല്ല കാര്യമാണ് എന്നേ അതിൽ പറഞ്ഞിട്ടുള്ളൂ. വളരെ കൃത്യമാണ്. അപ്പോ ഇത്രയും കാലം മുജാഹിദുകൾ പാടി നടന്നിരുന്ന ഒരു പാട്ടുണ്ട്, താഴ ഉസ്താദിന്റെ ഒരു ബൈത്ത്, മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ. ഈ പാട്ട് പാടിയിട്ടായിരുന്നു മുജാഹിദുകൾ അത് ബിദ്അത്താണ്, അത് ഹിജ്റ 300 ശേഷം വന്നതാണ്, അതുകൊണ്ട് തെറ്റാണ് എന്ന് പറഞ്ഞിരുന്നത് ഇതേ കുറിച്ചാണ്. അതായത് മൗലിദ് കഴിക്കുന്നതിനെ കുറിച്ചാണ്. ഇപ്പൊ പറഞ്ഞത് അമലുൽ മൗലിദ് എന്ന് പറഞ്ഞാൽ മൗലിദ് കഴിക്കുക എന്നർത്ഥം. അതേ സമയത്ത് അദ്ദേഹത്തിന്റെ പ്രശ്നം ഇപ്പൊ ഈദുൽ മീലാദുൻ നബിയാണ്, മൗലിദ് ആഘോഷം, ഈദ് എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രശ്നം. അതിനെക്കുറിച്ച് ഞാൻ വിശദമായി പറയുന്നുണ്ട്. അപ്പൊ ഇത്രയും കാലം മൗലിദ് കഴിക്കുക എന്നുള്ള പ്രശ്നമാണ് എന്നായിരുന്നു മുജാഹിദുകൾ പ്രസംഗിച്ചിരുന്നത്. പ്രത്യേകിച്ച് ഇദ്ദേഹം കവലകൾ തോറും പ്രസംഗിച്ചു വന്നിരുന്നത്. പക്ഷെ അത് കൃത്യമായി മാറിയിരിക്കുന്നു ഈ വർഷം എന്നതിൽ നമുക്ക് സന്തോഷമുണ്ട്. അതിന്റെ പേരിൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയല്ല, നമുക്ക് സന്തോഷമാണുള്ളത്. അവരിൽ നിന്ന് ഇത്തരം ഒരു നിലപാട് ഉണ്ടായി. അതല്ലെങ്കിൽ ഇത്രയും വർഷങ്ങളോളം നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരുടെ പടയോട്ടത്തിന്റെ ഭാഗമായി ഈ ഒരു വലിയ മാറ്റമുണ്ടായി എന്നത് സ്വാഗതാർഹം തന്നെയാണ്. പല വിഷയങ്ങളിലും മാറ്റമുണ്ടായിട്ടുണ്ട്, അത് ഇൻഷാ അല്ലാഹ് പിന്നീട് വരുന്നുണ്ട്. കാരണം അതിന് അദ്ദേഹം ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഇബ്നു ഹജർ അൽ അസ്കലാനി ഉദ്ധരിച്ച ഈ മൗലിദ് കഴിക്കുന്നത് അത് ബിദ്അത്ത് ഹസനത്താണ് എന്ന് പറഞ്ഞതിനെ കുറിച്ച് കഴിഞ്ഞ വർഷങ്ങളിൽ അദ്ദേഹം എത്ര വിമർശിച്ചുകൊണ്ടാണ് ഈ ഇബാറത്തുകളെ അല്ലെങ്കിൽ തള്ളി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചിരുന്നത് എന്ന് അദ്ദേഹത്തിന്റെ ഓരോ കഴിഞ്ഞ മുഖാമുഖങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ ആ വീഡിയോ ക്ലിപ്പ് കൂടെ തയ്യാറാക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അത് നല്ലതാണ്, അങ്ങനെ കഴിക്കുന്നതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞ ഇബ്നു ഹജർ അസ്കലാനി പോലുള്ള ആളുകളൊക്കെ പറഞ്ഞത് ഇത് ആദത്തായി കണ്ടുകൊണ്ടാണ് അവർ പറഞ്ഞത്. അതായത് ഇബാദത്തിൽ പെട്ടതല്ല, ആദത്തായിട്ടാണ് അവരതിനെ കണ്ടിട്ടുള്ളത്.
അതുകൊണ്ട് കുഴപ്പമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മൗലവി ഇത് തന്നെയാണ് ഞങ്ങൾ ഇത്രയും കാലം പറഞ്ഞത്. കഴിഞ്ഞ വർഷം ഞാൻ റഫീഖ് സലഫിയെ പരസ്യമായി നബിദിനാഘോഷത്തിന്റെ വിഷയത്തിൽ സംവാദത്തിന് ക്ഷണിച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ ലിങ്ക് ഇതിന്റെ താഴെ നിർബന്ധമായി നിങ്ങളത് കേൾക്കണം. കാരണം ഇപ്പൊ ഫൈസൽ മൗലവി പ്രസംഗിച്ചത് എന്റെ അന്നത്തെ പ്രസംഗത്തിന്റെ ഒരു കോപ്പിയാണ് എന്ന കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ചിലപ്പോഴൊക്കെ അങ്ങനെയാണ്, ഇദ്ദേഹത്തിന് ഭയങ്കര ദീർഘദൃഷ്ടിയാണ്. നമ്മളൊരു വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്താൽ മതി, പിന്നെ അദ്ദേഹത്തിന്റെ നയങ്ങൾ മാറ്റും, അദ്ദേഹത്തിന്റെ വാദം മാറ്റും. അതിന് വ്യക്തമായൊരു ഉദാഹരണമാണ് മുമ്പ് അദ്ദേഹം പ്രസംഗിച്ചു ഇസ്തസ്കിരി ഉമ്മത്തിക്ക എന്ന് പറഞ്ഞ് ഖബറിന്റെ അടുത്ത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇസ്തിഗാസ നടത്തിയ ശഫാഅത്ത് ചോദിച്ചൊരു സംഭവമുണ്ട്. അപ്പൊ ഇതിനെക്കുറിച്ച് അദ്ദേഹം ഒരു സദസ്സിൽ വെച്ച് ആ ഹദീസ് ലഈഫാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഞാൻ ഫൈസൽ മൗലവിയോട് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 10 ചോദ്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ വിട്ടു. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞു ലഈഫായ ഹദീസ് ആണെങ്കിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അത് എത്താൻ സാധ്യതയുണ്ട് എന്നാണ് അർത്ഥം. അതിന്റെ മായനക്ക് കുഴപ്പമില്ല, റസൂലുള്ളാഹിയിലേക്ക് ചേർക്കുന്നതിന് എന്നാണ് അർത്ഥം. ശിർക്കായിരുന്നുവെങ്കിൽ ആ ഹദീസ് ഒരിക്കലും ദഈഫ് ആകാൻ പാടില്ല, അത് മൗലൂ കെട്ടിച്ചമച്ചതേ ആകാൻ പാടുള്ളൂ. കാരണം ശിർക്ക് എന്ന് പറഞ്ഞത് ഖുർആനിന്റെ നെസ്സിനെതിരാണ്, ഹദീസിന്റെ നെസ്സിനെതിരാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ഹദീസ് ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചെന്നു ചേരാൻ സാധ്യതയില്ല. അതുകൊണ്ട് അത് കെട്ടിച്ചമച്ച ഹദീസേ ആകാൻ പാടുള്ളൂ. ലഈഫായ ഹദീസാണ് എന്ന് പറഞ്ഞാൽ പോലും അവിടെ അബദ്ധമാണ്, മുജാഹിദിന്റെ വാദം പൊളിയും എന്ന് പറഞ്ഞപ്പോ ഇദ്ദേഹം എന്താ ചെയ്തെന്നറിയോ? അവിടുന്ന് പറഞ്ഞു ഓരോ ആളുകൾ റൂമിൽ ഇരുന്നിട്ട് ഫൈസൽ മൗലവിയോട് 5 ചോദ്യം 10 ചോദ്യം എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താ? ഈ വീഡിയോ അദ്ദേഹം കേട്ടിട്ടുണ്ട്. പക്ഷെ അടുത്തൊരു മുഖാമുഖത്തിന് വരുമ്പോ അദ്ദേഹത്തിന് ഒരു ബേജാറുണ്ടായിരുന്നു. എന്താണത്? ഈ ചോദ്യം ആരെങ്കിലും ചോദിക്കോ? അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു എന്നറിയോ? അദ്ദേഹം ഉടൻ തന്നെ പറഞ്ഞു അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് ചോദിച്ച സംഭവം അത് ശിർക്കല്ല എന്ന് പറഞ്ഞു. കാരണം എന്താ? ശിർക്കാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഞാൻ പറഞ്ഞ ചോദ്യത്തിന്റെ ഉത്തരം പറയേണ്ടി വരും. അതുകൊണ്ട് അദ്ദേഹം ശിർക്കല്ല എന്ന് പറഞ്ഞ് ആ മുഖാമുഖം കഴിഞ്ഞു. അതോടെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ആകെ പ്രശ്നമായി. അങ്ങനെ ഇദ്ദേഹം തൊട്ടടുത്ത് ഫേസ്ബുക്കിൽ അത് തിരുത്തിക്കൊണ്ട് മാപ്പ് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടു. മാത്രമല്ല തൊട്ടടുത്ത ദിവസം അദ്ദേഹം മാപ്പ് പറഞ്ഞ് പ്രസംഗിക്കുകയും ചെയ്തു. അതായത് ശിർക്കല്ല എന്ന് പറഞ്ഞ് തൊട്ടടുത്ത ദിവസം അദ്ദേഹം ശിർക്കാണ് എന്ന് പറയുകയും ചെയ്തു. കാരണം അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ഫൈസൽ മൗലവി എന്ന് പറയുന്ന ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തൊലിക്കട്ടി എന്ന് പറഞ്ഞത് ഒരു കാണ്ടാമൃഗത്തിനെക്കാട്ടിനും വലിയ കട്ടിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ന് പറഞ്ഞത് നാളെ തിരുത്തുന്നതിനൊന്നും വിഷയമല്ല, തെറ്റാണെന്ന് അറിഞ്ഞാൽ തിരുത്താം. പക്ഷെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ തൗഹീദിൽ ഇവിടെ ഇത്രയും കാലം ഈ സമൂഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണല്ലോ, ഒരു അബദ്ധത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമല്ലല്ലോ ഇത്. അതുകൊണ്ട് അത് തിരുത്തുക, അള്ളാന്റെ ദീനിലെ തൗഹീദിൽ ഈമാൻ ഇസ്ലാം കാര്യങ്ങളിലൊക്കെ തിരുത്തുക എന്ന് പറയുമ്പോൾ അതിന് യാതൊരു മടിയുമില്ലാത്ത ഒരു കാണ്ടാമൃഗത്തിനെ പോലും നാണിപ്പിക്കുന്ന തൊലിക്കട്ടിയുള്ളൊരു മനുഷ്യനാണ് ഇദ്ദേഹം എന്ന് പറയേണ്ടി വന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. എന്ന പോലെ ഇദ്ദേഹം കഴിഞ്ഞ വർഷം ഞാൻ എടുത്തു വെച്ച വീഡിയോ ഉണ്ട്, ഞാൻ പരസ്യമായി സംവാദത്തിന് വിളിച്ച ഒരു വീഡിയോ ഉണ്ട്. അദ്ദേഹം ഈ വീഡിയോ അദ്ദേഹത്തിന്റെ ദൃഷ്ടിയിൽ പതിഞ്ഞതുകൊണ്ട്, പക്ഷെ അത് ആ രൂപത്തിൽ വേറെ ആരെങ്കിലും അവതരിപ്പിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ കഴിഞ്ഞ വർഷം പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ അതിനൊരു വീഡിയോ ഇറക്കിയിരുന്നു. പക്ഷെ ഇദ്ദേഹം ഈ വർഷം അങ്ങനെ ഒരു ചോദ്യം വരുമോ എന്നുള്ള പേടിയാണ്. മുഖാമുഖം നടത്തുമ്പോഴൊക്കെ ഇയാള് യൂട്യൂബിൽ ആരൊക്കെ എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ പരിശോധിക്കും. എന്നിട്ട് അതിനനുസരിച്ച് നിലപാട് അദ്ദേഹം മാറ്റുകയും ചെയ്യും. നല്ല കാര്യമാണ്. ഏതായിരുന്നാലും അദ്ദേഹം ഇക്കുറി പറഞ്ഞു ഞാൻ പ്രസംഗിച്ച കഴിഞ്ഞ വർഷം ഞാൻ ആ വെല്ലുവിളിച്ച് പ്രസംഗിച്ച അതേ പ്രസംഗം, അതായത് ഈ നബിദിനാഘോഷം എന്ന് പറഞ്ഞത് ആദത്താണ്, അതൊരു ഇബാദത്തല്ല. ആദത്താകുമ്പോൾ അതൊരിക്കലും ഈ ശറയിൽ ഇസ്ലാമിൽ ഒരു കാര്യം പുതുതായി കൊണ്ടുവന്നു, അല്ലെങ്കിൽ സ്വഹാബത്ത് ചെയ്തില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തില്ല എന്നൊന്നും പറയാൻ പറ്റൂല. ഏതുപോലെ നമ്മളിപ്പോ മുഖാമുഖം നടത്തുന്നു, പരിപാടി നടത്തുന്നു, മുജാഹിദ് സമ്മേളനം നടത്തുന്നു, ഇതൊക്കെ ദഅ്വാ പ്രവർത്തനമാണ്, പ്രതിഫലമുള്ള ഖൈറായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്ത് ഖുർആൻ ജമ്മ് ചെയ്തു, അതല്ലാതെ ജമ്മ് ചെയ്യുക എന്ന് പറഞ്ഞൊരു ഇബാദത്തില്ല എന്നൊക്കെ ഞാൻ അന്ന് പ്രസംഗിച്ചിരുന്നു. അപ്പൊ അത് ഇദ്ദേഹം കടമെടുത്ത് മുഖാമുഖത്തിൽ പ്രസംഗിച്ചിരിക്കുകയാണ്. കാരണം ആ ചോദ്യം വരണ്ടെന്ന് കരുതിയിട്ട്. ഏതായാലും ഇദ്ദേഹത്തിന്റെ ഈ പ്രസംഗത്തോടു കൂടെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഒരു വലിയ പടയൊരുക്കം തന്നെ ഇദ്ദേഹത്തിനെതിരെ ഉണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ഞാൻ ഈ വിഷയത്തിൽ ഫൈസൽ മൗലവിയോട് പറയുന്നു, സകല മുജാഹിദുകളോടും പറയുന്നു, ഞങ്ങളുടെ വിശ്വാസം മൗലിദ് ആഘോഷം എന്ന് പറയുന്നത് ഒരു ഇബാദത്തിന്റെ ഗണത്തിൽ പെട്ടതല്ല, നേരെ മറിച്ച് ആദാത്തിൽപ്പെട്ടതാണ്. ഏതുപോലെ കൂലി ലഭിക്കും, മഹത്തായ ഒരു കാര്യമാണെന്ന് ഇബ്നു ഹജർ അൽ അസ്കലാനി പറഞ്ഞപ്പോൾ അമലിൽ മൗലിദ് എന്ന് പറഞ്ഞ വലിയ നല്ലൊരു കാര്യമാണ്, എല്ലാ റബീഉൽ അവ്വൽ 12 ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് മഹാനവറുകൾ പറഞ്ഞത് ആദത്താണ് എന്നാണല്ലോ ഫൈസൽ മൗലവി പറഞ്ഞത്. അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. അപ്പൊ എന്തായി?
ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, മൗലിദ് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് ആദാത്താണ്, ഇബാദത്തിൽ പെട്ടതല്ല. അതുകൊണ്ട് സ്വഹാബത്ത് ചെയ്തില്ല, താബീങ്ങൾ ചെയ്തിട്ടില്ല എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അത് തന്നെയാണ് നമ്മളും പറഞ്ഞു വെച്ചത്. ഇത് ഞാൻ എന്റെ അഭിപ്രായം മാത്രം പറയില്ല. ഈ കാണുന്ന ഗ്രന്ഥം മഹാനായ അലവി മാലിക്കി എന്ന് പറയുന്ന വിശ്രുതനായ പണ്ഡിതൻ, സുന്നത്തി ജമാഅത്തിന്റെ സുന്നികളുടെ തവസ്സുലും ഇസ്തിഗാസയും ഒക്കെ സമർത്ഥിക്കുന്ന വലിയൊരു ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥത്തിൽ അദ്ദേഹം നബിദിനാഘോഷത്തെ കുറിച്ച് പറയുന്നത് നോക്കൂ നിങ്ങൾ. നഹ്നു നഖൂലു ഫീ കുല്ലി മഹ്ഫലിൻ വ മുനാസബത്തിൻ, ഇതുപോലുള്ള ഓരോ പരിപാടികളെ കുറിച്ച് നമ്മൾ പറയുന്നത് ഇന്ന ഹാദൽ ഇജ്തിമാ ബിഹാദിഹിൽ കൈഫിയ, ഈ രൂപത്തിലുള്ള ഈ ഒരുമിച്ച് കൂടല് അംറുൻ ആദിയുൻ, അത് ആദിയായ ഒരു കാര്യമാണ്. ലൈസ മിനൽ ഇബാദത്തി ഫീ ഷൈഇൻ, അത് ഒരു ഇബാദത്ത് അല്ലേ അല്ല എന്നാണ് പറയുന്നത്. ഈ അലവി മാലിക്കി എന്ന അദ്ദേഹത്തിന്റെ 314-ാമത്തെ പേജിൽ പറയുന്നു, ജറത്ത് ആദാത്തുന, നമ്മുടെ പതിവാണ് മുനാസബാത്തി താരിഖിയ, ചരിത്രമായി ബന്ധപ്പെട്ട പല വിഷയങ്ങൾക്കും വേണ്ടി ഒരുമിച്ച് കൂടുക, ആ ദിവസത്തെ നമ്മൾ ജീവിപ്പിക്കുക എന്നത് ഒരു സാധാരണ പതിവാണ് നമ്മുടെ. മൗലിദുൻ നബവിയെ പോലെ, അതുപോലെ ഇസ്രായി വൽ മിറാജി, ഇസ്രാ മിറാജിന്റെ സ്മരണയെ പോലെ, ലൈലത്തിൻ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാനിന്റെ പകുതിയുടെ രാത്രിയിൽ ഒരുമിച്ച് കൂടും പോലെ, വൽ ഹിജ്റത്തിൻ നബവിയ, റസൂലുള്ളാഹിക്ക് ഹിജ്റ കിട്ടിയ രാത്രിയിൽ ഒരുമിച്ച് കൂടും പോലെ, വദിക്റാ നുസൂലിൽ ഖുർആൻ, ഖുർആൻ ഇറങ്ങിയ സമയത്ത് ഒരുമിച്ച് കൂടും പോലെ, വദിക്റാ ഗസ്വത്തി ബദർ, ബദരീങ്ങൾ ആണ്ടിന് ഒരുമിച്ച് കൂടും പോലെ, വഫി ഇഅ്തിബാരിന അന്ന ഹാദൽ അംറ ആദിയുൻ, നമ്മുടെ കാഴ്ചപ്പാടിൽ ഇതൊക്കെ ആദിയായ കാര്യമാണ്. ഇദ്ദേഹം പറഞ്ഞതേപോലെ തന്നെ ആദിയായ കാര്യം. എന്നിട്ട് ഇദ്ദേഹം പറയുന്നു വൽഹാസിലു, ടോട്ടൽ വിഷയങ്ങളൊക്കെ വിശദീകരിച്ച് പറഞ്ഞിട്ട് പറയുന്നു വൽഹാസിൽ അന്നന, തീർച്ചയായിട്ടും നമ്മൾ ലാ നഖൂലു ബിസുന്നിയത്തിൽ ഇഹ്തിഫാലി ബിൽ മൗലിദിൽ മദ്കൂരി ഫീ ലൈലത്തിൻ മഖ്സൂസത്തിൻ, ഒരു പ്രത്യേക ദിവസം അതൊരു സുന്നത്തായ ഒരു ഇബാദത്താണ് എന്ന് ഞങ്ങൾ ആരും പറയുന്നില്ല. ബൽ മനി ഇത്തഖദ ദാലിക ഫഖദ് ഇബ്തദഅ ഫിദ്ദീൻ, അങ്ങനെ ആരെങ്കിലും വിശ്വസിക്കുകയാണെങ്കിൽ അത് ദീനിൽ പുതുതായി ഉണ്ടാക്കലാണ്. ഏതുപോലെ നിങ്ങൾ പറഞ്ഞ പോലെ റഗായിബ് സുന്നത്ത് നിസ്കാരവും മിറാജിന്റെ സുന്നത്ത് നിസ്കാരം ഒക്കെ നിസ്കരിക്കുന്നത് ബിദ്അത്താണ് എന്ന് പറഞ്ഞ പോലെ ഒരു ഇബാദത്ത് നമുക്ക് പുതുതായി കൊണ്ടുവരാൻ പാടില്ല. അതേ സമയത്ത് ആദത്തുകൾ ചെയ്യുന്നതിന് കുഴപ്പമില്ല. അതിന്റെ അർത്ഥം ആദത്തിന് കൂലി ലഭിക്കൂല എന്നല്ല. ഇദ്ദേഹം പറയുന്നത് കേട്ടോ നിങ്ങൾ മുഖാമുഖത്തെ മതമൂമത്തല്ലാത്ത വിധേയത്ത് പറഞ്ഞപ്പോൾ പറഞ്ഞാണ് പിന്നീട് ഹൈറായ കാര്യങ്ങൾ, ഈ മുഖാമുഖം ഹൈറായ കാര്യമാണ്, പീസ് റേഡിയോ ഹൈറായ കാര്യമാണ്, ദൈവത്തിന്റെ സംരംഭം ഹൈറായ കാര്യമാണ്. അങ്ങനെയുള്ള ഹൈറായ കാര്യങ്ങൾ, പിൽക്കാലത്ത് വന്ന ഹൈറുകൾ, അത് അപ്പത്തേക്കും എടുത്തു പറഞ്ഞത്. അല്ലാതെ മതത്തിൽ പുതിയത് ഉണ്ടാക്കാമെന്നല്ല. അങ്ങനെയാണെങ്കിൽ റഗായിബ് നിസ്കാരം പാടില്ല എന്ന് എങ്ങനെ പറയും? ഹൈറായ കാര്യമാണ്. ഹൈറായ കാര്യം നമുക്ക് കൂലി ലഭിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ലല്ലോ. പക്ഷെ എന്തുകൊണ്ടാണ് അത് കൂലി ലഭിക്കുന്ന കാര്യം? അത് നല്ല ഒരു ലക്ഷ്യത്തിലേക്കുള്ള മാർഗമായതുകൊണ്ട് അതിന് പ്രതിഫലമുണ്ട്. പള്ളിയിൽ പോയി നിസ്കരിക്കുക എന്നത് ഒരു ഫർലായ കാര്യമാകുമ്പോൾ ആ പള്ളിയിലേക്ക് നടന്നു പോകുക എന്നതിനും കൂലിയുണ്ട്. നടക്കുക എന്ന് പറഞ്ഞൊരു ഇബാദത്തല്ല, അത് അതിലേക്കുള്ളൊരു മാർഗമാണ്. എന്ന പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയുന്നു, ഒരുപാട് നല്ല കർമ്മങ്ങൾ, അദ്ദേഹം തന്നെ അതൊക്കെ വിശദീകരിച്ചു, നല്ല കർമ്മങ്ങൾ ചെയ്യുന്നു, അതിലേക്കുള്ള വസീലയാണ് എന്ന അർത്ഥത്തിൽ അത് കൂലി ലഭിക്കും, കൂലി കിട്ടുന്ന നല്ലൊരു കാര്യം. പക്ഷെ അതിന് ശറഈലുള്ള ഒരു ഇബാദത്തായി പരിഗണിക്കേണ്ടതില്ല. അപ്പോഴാണ് അത് ഖലീഫമാർ ചെയ്തിട്ടില്ല, 1-ാം നൂറ്റാണ്ടിൽ ചെയ്തിട്ടില്ല, 2-ാമത്തെ നൂറ്റാണ്ടിൽ ചെയ്തിട്ടില്ല എന്നൊക്കെയുള്ള വിഷയം വരുന്നത്, ബിദ്അത്ത് എന്ന വിഷയമൊക്കെ വരുന്നത്. എന്നിട്ട് ഇദ്ദേഹം പറയാം ലാ യുഖാലു ഫീഹ, ഇത്തരം വിഷയങ്ങളിൽ പറയപ്പെടുകയില്ല അക്സറു മിൻ അന്നഹ മഹ്ബൂബത്തുൽ ലിശാരി, അത് ഷാരിന് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണ്, ഖൈറായ കാര്യമാണ് എന്നാ പറയാ. അതിനർത്ഥം കൂലി കിട്ടൂല എന്ന് വിശ്വസിക്കരുത്. മുഖാമുഖം നടത്തിയതിന് കൂലി കിട്ടും, അതൊക്കെ അള്ളാന്റെ മാർഗത്തിലാണ്. അതുപോലെ നമ്മുടെ ഒരു പള്ളിയുടെ സംരക്ഷണത്തിന് വേണ്ടി, ദീനി സംരക്ഷണത്തിന് വേണ്ടി നമ്മളൊരു ധർണ നടത്തിയാൽ വരെ, ഒരു റാലി നടത്തിയാൽ വരെ അതിനൊക്കെ പുണ്യം ലഭിക്കും എന്ന് തന്നെയാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് എൻ്റെ വീഡിയോയിൽ ഞാൻ മുമ്പ് ഇതിന്റെ കൂടെ ഇട്ട ലിങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു, ഇഹ്തിഫാൽ എന്ന് പറഞ്ഞൊരു ഇബാദത്തില്ല, റാലി എന്ന് പറഞ്ഞൊരു ഇബാദത്തില്ല, ഇതൊന്നും ഇബാദത്തിലെ ആദാത്തുകളാണ്. അത് നല്ല കാര്യത്തിന് വേണ്ടി നമ്മൾ റാലി നടത്തുമ്പോൾ, ഞാൻ പറഞ്ഞില്ലേ ഒരു പള്ളിയുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് അല്ലെ ദീനി സംരക്ഷണത്തിന് വേണ്ടി റാലി നടത്തിയത്, അതിന് പ്രതിഫലമുണ്ട്. അതേ സമയത്ത് അതൊരു തോന്നിവാസത്തിന് വേണ്ടിയാണ് അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ കുത്തഴിഞ്ഞ ഏതൊക്കെയോ റാലികളാണ്, അതിന് കുറ്റായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഞാൻ പറയുന്നത് ഇതൊക്കെ ആദത്തുകളാണ്. ആദത്തുകളുടെ വിധി എങ്ങനെയാണ് നമ്മൾ കണക്കാക്കേണ്ടത്? ലിൽ വസായിലി അഹ്കാമുൽ മഖാസിദ്, വസീലകൾക്ക് ഓരോന്നിന്റെയും മാധ്യമങ്ങൾക്ക് അത് എന്തിനു വേണ്ടിയാണോ ചെയ്യുന്നത്
അതിന്റെ വിധിയായിരിക്കും അതിനുണ്ടാവുക എന്നാണ് അവിടെ കൃത്യമായി പറഞ്ഞിട്ടുള്ളത്. ഇനി അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്നറിയോ? ഒന്ന് നോക്ക് നിങ്ങൾ. ഇത് മൗലിദ് കഴിക്കുകയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, ഇത് നിങ്ങൾ ഈദ് എന്ന് പറയുന്നു. ഈദ് ഇസ്ലാമിലെ ഇബാദത്താണ്. നോക്കി, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, അദ്ദേഹം പറയുന്നത് കൃത്യമാണ്. അതാ പറഞ്ഞത്, അവർക്ക് ചർച്ചയുടെ അമലുൽ മൗലിദാണ്, നിങ്ങൾ ചർച്ച ചെയ്ത് കൊണ്ടുവരുന്ന ഈദ് മിലാദ് സുന്നയാണ്. ഇത് രണ്ടും രണ്ടാണ്. അതാ പറഞ്ഞത്. അസ്കാരിമോ പറഞ്ഞത് അമലുൽ മൗലിദ്, ആ അമലുൽ മൗലിദിന്റെ ഹുക്മ്, അതിന് ചർച്ചകൾ അതേപോലെ പറഞ്ഞിട്ടുള്ളൂ. അവർ ഇതിനെ കൊണ്ടുപോയത് ഈദ് മിലാദ് റസൂലില്ല എന്ന തരത്തിലേക്കാണ്. ഈദാകുമ്പോൾ തന്നെ അത് ശരീഅത്തിന്റെ ഭാഗമായി മാറി. അതോ ഈദ് എന്ന് പറയുന്നത് ഇബാദത്താണ്, അത് ശരിയാണോ? ഈദ് എന്ന് പറഞ്ഞ ആഘോഷം, നമ്മൾ പറയും വാർഷിക ആഘോഷങ്ങൾ പലതും നടക്കാറുണ്ട്. നമ്മൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനാഘോഷം നടത്താറുണ്ട്, ഇതും ആഘോഷമാണ്. ഞാൻ അറബിയിൽ അത് പറയാൻ ഈദ് എന്നാ പറയാം, ആഘോഷം എന്നുള്ളതിന്. നോക്കൂ നിങ്ങൾ, ഇത് സൗദി അറേബ്യയിൽ ഓരോ വർഷം ചെയ്യുന്ന കാര്യമാണ്. ഈദുൽ വത്തനി, അവിടുത്തെ ആഘോഷമാണ്. ഈദ് എന്നതിനെ കുറിച്ച് പറഞ്ഞ ഈദുൽ വത്തനിയാണ്, അവരുടെ രാഷ്ട്രത്തിന്റെ ആഘോഷമാണത്. വർഷാവർഷം എന്ത് ചെയ്യുന്നു, അവരുടെ സൗദി എന്ന് പറയുന്ന രാഷ്ട്രം സ്ഥാപിതമായതിൽ സന്തോഷ പ്രകടനം നടത്തുന്ന ഈദ്. നോക്ക് നിങ്ങൾ, ഈദ് എന്ന് എഴുതി. അപ്പൊ ഇത് തെറ്റാവോ? ഫൈസൽ മൗലവി പറഞ്ഞ ഈദ് എന്ന് പറയാൻ പാടില്ല എന്നാ. അപ്പൊ ഇതിനെക്കുറിച്ച് ഫൈസൽ മൗലവി എന്തർത്ഥത്തിലാണോ ഈദ് എന്ന് പറയുന്നത്, അതേ അർത്ഥത്തിൽ, അതായത് സാധാരണ വാക്കിൽ ആഘോഷം, അതൊന്നും ഒരു ഇസ്ലാമിലെ ഒരു പ്രത്യേകമായ ആഘോഷ ദിനമായി പറയല്ല. നേരെ മറിച്ച് അത് സാധാരണഗതിയിൽ നമ്മൾ രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യ ദിന ആഘോഷം ഉണ്ടാവും എന്ന പോലെ ആഘോഷം എന്ന് പറയുക മാത്രമാണ് ചെയ്യുന്നത്. അതല്ലാതെ അതൊരു ഇസ്ലാമിലുള്ള മൂന്നാമത്തെ ഈദാണ് എന്ന് പറയുന്ന നിലയിലല്ല നമ്മൾ ചെയ്യുന്നത് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. പിന്നെ അദ്ദേഹം മറ്റൊരു കാര്യം പറഞ്ഞു, ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ലുഗത്തൻ, ഭാഷാർത്ഥ പ്രകാരം അത് എല്ലാത്തിനും ബിദ്അത്ത് എന്ന് പറയും. പക്ഷേ ശറഇന്റെ കാഴ്ചപ്പാടിൽ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ എല്ലാം തെറ്റാണ്. അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. ഞാൻ കഴിഞ്ഞ വർഷവും അതിന്റെ മുൻപുള്ള വർഷവും പ്രസംഗിച്ച വീഡിയോ ഞാൻ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് കേൾക്കണം. കൃത്യമായി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഭാഷാ അർത്ഥത്തിൽ എല്ലാത്തിനെ കുറിച്ചും പറയും, അതാണ് ഈ ബിദ്അത്ത് എന്നൊക്കെ പറഞ്ഞത്. ഞാൻ ആ വിഷയങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ കൃത്യമായി പറഞ്ഞതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല. അദ്ദേഹം ഇപ്പോൾ പ്രസംഗിച്ചതും മാറിയതും കൃത്യമായ മാറ്റമൊക്കെ വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഈ വിഷയത്തിൽ ഒരു തീരുമാനം പറയേണ്ടത് കൃത്യമായും മുജാഹിദുകൾ തന്നെയാണ്. ഈ ഫൈസൽ മൗലവിയുടെ ഈ ഒരു പ്രസംഗത്തെക്കുറിച്ചുള്ള കൃത്യമായ ഒരു തീരുമാനം ഇത് തന്നെയാണോ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാട് എന്ന് വ്യക്തമാക്കേണ്ടത് മുജാഹിദ് പ്രസ്ഥാനത്തിന് തന്നെയാണ്. മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ ഇത് വിസ്ഡം ജിന്ന് മുജാഹിദാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന തൗഹീദുകളും മാറിക്കൊണ്ടിരിക്കുന്ന നിലപാടുകളുമാണ്. ശിർക്കും തൗഹീദും വരെ ദൈനംദിനം മാറിക്കൊണ്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ മുജാഹിദുകൾക്കുള്ള നിലപാടുകൾ ഇത് തന്നെയാണോ എന്ന് സൗദി അറേബ്യയിൽ അടക്കമുള്ള ആളുകൾക്ക് അമലുൽ മൗലിദ് എന്ന് പറഞ്ഞ സംഗതിയെക്കുറിച്ച് ഇതേ കാഴ്ചപ്പാട് തന്നെയാണോ ഉള്ളത് എന്നുകൂടെ വ്യക്തമാക്കണമെന്ന് ഞാൻ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളുകളോട് ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാഹ് ഈ ഒരു കാര്യം വളരെ സന്തോഷമുണ്ട്. ഇനി അതിൽ ചെറിയ ചെറിയ മാറ്റങ്ങളും കൂടി, ഈദ് എന്ന് പറഞ്ഞത് ഒരു ഭാഷാ പ്രയോഗമാണ് എന്നുകൂടെ മനസ്സിലാക്കിയാൽ നബിദിനാഘോഷവും പൂർണ്ണമായി അംഗീകരിക്കുന്നവിടത്തേക്ക് എത്തിയിട്ടുണ്ട്. മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ എന്ന് പറഞ്ഞ മൗലിദ് കഴിക്കണേ കുഴപ്പമില്ല എന്നും അതൊരു ആദത്തായി കണ്ടാൽ മതിയെന്നും നമ്മളൊക്കെ പറഞ്ഞ പോലെ തന്നെ മാലിക്ക് പറഞ്ഞ പോലെ അങ്ങനെ തന്നെ കണ്ടാൽ മതിയെന്നും. പിന്നെ ഈദ് എന്നൊരു വാക്കാണ് അദ്ദേഹത്തിന്റെ പ്രശ്നം. അതിന് ഇപ്പൊ നമ്മളെ ഈ ഒരു രൂപത്തിൽ അദ്ദേഹം മനസ്സിലാക്കുകയാണെങ്കിൽ അതും ഒരു ഭാഷാ പ്രയോഗമാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവിടെ നബിദിനാഘോഷം ജിന്നുകൾക്കും സുന്നികൾക്കും ഒരുമിച്ച് ആഘോഷിക്കാവുന്നതേ ഉള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.